ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, സക്രിയായിക്കും എലിസബത്തിനും മക്കളില്ലായിരുന്നെങ്കിലും അത് അവർ ഒരു ദൈവശാപമായി കരുതിയില്ല. മനുഷ്യരുടെ ഇടയിൽ തീർച്ചയായിട്ടും അവർക്ക് അപമാനമുണ്ടായിരുന്നു. എങ്കിലും അവർ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠയോടെ ജീവിച്ചു, പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ചു. വാർദ്ധക്യത്തിൽ എലിസബത്ത് സ്നാപയോഹന്നാനെ ഗർഭം ധരിക്കുകയാണ്. അപ്പോൾ സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു, കർത്താവ് അവരെ കടാക്ഷിച്ച് മനുഷ്യരുടെ ഇടയിലുണ്ടായിരുന്ന അവരുടെ അപമാനം അവിടുന്ന് നീക്കിക്കളഞ്ഞു എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടാകുന്ന അപമാനങ്ങൾ കർത്താവ് എപ്പോഴും നീക്കിക്കളയാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു, നമ്മളെ അനുഗ്രഹിക്കുന്നു, നമ്മുടെ കൂടെ വസിക്കുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, ഈ ദൈവം ഒരിക്കലും ചതഞ്ഞ ഞാങ്ങണം ഒടിക്കാറില്ല, പുകയുന്ന തിരി കിടത്തിക്കളയാറില്ല എന്ന്. അങ്ങനെ സംഭവിച്ചാൽ അത് മനുഷ്യന് അപമാനമാണ്. ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ നാമും ശ്രമിക്കേണ്ടത് നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഇടയിലുള്ള അപമാനം നീക്കിക്കളയാൻ നമ്മാലാവുന്നത് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും മറിച്ചാണ് സംഭവിക്കുക. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും വേറെയുള്ളവരോട് പറഞ്ഞു നടന്ന് അവരെ അപമാനിക്കാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ കൂടുതൽ പറഞ്ഞ് അപവാദങ്ങൾ പറഞ്ഞു പരത്തിയും നമ്മൾ അപമാനിക്കാറുണ്ട്. തെറ്റുകൾ ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം, ആവർത്തിക്കാതിരിക്കാം. മറ്റുള്ളവർക്ക് മഹത്വം ഉണ്ടാകുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് പ്രശംസ കിട്ടത്തക്ക രീതിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. കർത്താവെ, ഞങ്ങളെല്ലാവരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.